അടിവാരം ഡെർബി ജയിച്ച് മുംബൈ. സോ IPL ഇന്ന് അടിവാരം ഡെർബി ആയിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. അതില് മുംബൈ ജയിച്ചു. ഞാൻ വിചാരിച്ചു മുംബൈ ആണ് ഏറ്റവും ഗതികെട്ട ടീം. അതിലും ഗതികെട്ട ടീമാണ് ലക്നൗ. പാവ അതിന്റെ മൊയലാളി ജീവിതത്തില് ഭയങ്കര നെഗറ്റീവ് അടിച്ചിരിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ ഒരു വാഴത്തോട്ടം മേടിക്കാനാണ് അങ്ങേര് 1000 കോടിയും 2000 കോടിയും ചെലവാക്കിയത്. ഗോയങ്ക മൊയലാളി, രാഹുൽ ശാപം, KL രാഹുലിന്റെ ശാപമാണ് തോന്നുന്നു. പിന്നീട് ഒരിക്കലും ഇങ്ങേരുടെ ടീം പച്ച പിടിച്ചിട്ടില്ല. അപ്പൊ KL രാഹുൽ പച്ച പിടിച്ചോ, അണ്ണനും പച്ച പിടിച്ചിട്ടില്ല. സോ ഇന്നത്തെ കളിയില് നമ്മുടെ ഓറ കൃഷിക്കാരൻ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നില്ല. അൺവെൽ ആണെന്നൊക്കെയാണ് പറയുന്നത് കേട്ട്. ഇനിയിപ്പോ ഡ്രോപ്പ് ചെയ്താണോന്ന് അറിയില്ല, കാരണം അണ്ണൻ ഫോം ഔട്ട് ആണല്ലോ. പകരം ആകാശം അണ്ണനായിരുന്നു ക്യാപ്റ്റൻ. ഫോമിന്റെ ബേസിസിലാണ് വെച്ചാൽ ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത് ആകാശ അണ്ണനെയാണ്. സോ ഹാർദിക് പാണ്ഡ്യ വളരെ മോശമായിട്ട് പല മുംബൈ ഫാൻസും പറയുന്നുണ്ട്, എടേ നിനക്കൊന്നും വേണ്ടെങ്കിൽ നമുക്ക് താ, ചെന്നൈക്ക് താ, നമ്മൾ എടുക്ക, പകരം നിങ്ങൾ ഡൂബേനെ എടുക്ക്, നമുക്ക് നഷ്ടമാണ്, പക്ഷെ എന്നാലും നിങ്ങൾ എടുത്തോ, നിങ്ങളുടെ ടീം രക്ഷപ്പെടട്ടെ. ഡൂബയുടെ പോലത്തെ ഒരു കിടിലം ഫിനിഷർ നിങ്ങൾക്ക് ഏത് കൊല്ലം കിട്ടാനാണ്? ബാറ്റിൽ ബോൾ തട്ടിക്കഴിഞ്ഞാൽ ബോൾ മാൾസിലായിരിക്കും. പിന്നെ അണ്ണൻ കിഡുമായിട്ട് ഡയലോഗ് പറയും, 1 ചാമി 2 ചാമി 3 ചാമി 4 ചാമി 5 ചാമി 6 ചാമി, ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സിക്സർ കിങ്. നിങ്ങൾക്ക് ഇങ്ങനെ റീൽസ് എടുക്കുക, ഫോളോവേഴ്സിനെ കൂട്ടുക. പിന്നെ ഫീൽഡിങ്ങിന്റെ കാര്യം പറയേ വേണ്ട. അംബാനിക്ക് മാങ്ങത്തോട്ടോ തേങ്ങത്തോട്ടോ ചക്കത്തോട്ടോ ഉണ്ടെങ്കിൽ കൊണ്ടേക്കോ, എല്ലാം മാങ്ങയും ക്യാച്ച് പിടിക്കുക, ചക്ക വേണമെങ്കിൽ ക്യാച്ച് പിടിക്കുക, തേങ്ങ വേണമെങ്കിൽ ക്യാച്ച് പിടിക്കുക. ഞങ്ങളായതുകൊണ്ടാണ് ഇതിനൊക്കെ സമ്മതിക്കുന്നത്. ഈ സീസണിൽ പോയിട്ട് ഇനി ഒരു സീസണിന് ഫോം ആവില്ല എന്ന് സ്വയം വിചാരിച്ച പ്ലെയർ ആണ് പൂരൻ. അണ്ണൻ വരെ മുംബൈക്കെതിരെ ഫോമായി. ഒരൊറ്റ ഓവർ എനിക്ക് തോന്നുന്ന വിൽ ജാക്സന് കൊടുത്തതാണ്. അണ്ണൻ അഴിഞ്ഞാട്ടമായിരുന്നു. അപ്പൊ ഏകദേശം 6 ഓവറിൽ 90 ഒക്കെ എത്തി. ആ സമയത്ത് കാണിക്കുന്നത് ഈ റൺ റേറ്റിൽ പോയി കഴിഞ്ഞാൽ 300 എത്തുന്നു. പറഞ്ഞ് നാക്കെടുത്തില്ല, പൂരൻ അണ്ണൻ കേറിപ്പോയി. സോ പിന്നെ നമ്മുടെ പന്ത് മോനാണ് കേറി വന്നത്. ഇത്രയും നിർഗുണ ക്യാപ്റ്റൻ ഒരു IPL ടീമിനും ഉണ്ടാവില്ല. ആ മാക്രത്തിനെയോ മിച്ചൽ മാർഷിനെയോ ഇവൻ ഷമിയെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയാൽ പോലും ആ ടീം ഇതിലും ബെറ്റർ പൊസിഷനിലായിരിക്കും. വരുണ്ട്, സുത്തുണ്ട്, ചക്ക വീണ പോലെ അപ്പുറത്തും ഇപ്പുറത്തും വീഴുണ്ട്. ഇനി ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ 2 റൺ എക്സ്ട്രാ കിട്ടും പറഞ്ഞിട്ടാണോ? അല്ലെ, എനിക്ക് അറിയാൻ ചോദിക്കുക. കൊടുത്തു, ക്യാച്ച് കൊടുത്തു, അണ്ണൻ കയറിപ്പോയി.